ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ CUT 2025ന്റെ നോട്ടിഫിക്കേഷൻ പുതിയതായിട്ട് വന്ന നോട്ടിഫിക്കേഷന്റെ കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ CUTയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നീറ്റും അതേപോലെ JEE ഒക്കെ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെയും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ എല്ലാം എന്ത് ചെയ്യാം, ഈ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ഓൾസോ അവരുടെ ബ്രൗഷർ ഇറങ്ങിയിട്ടുണ്ട്. ഈ ബ്രൗഷറിൽ തന്നെ നിങ്ങളുടെ സിലബസ് എന്തായിരിക്കും, അതേപോലെ തന്നെ സിലബസിന്റെ കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ എന്താണെന്ന് വീഡിയോയിൽ പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഓൾസോ നിങ്ങളുടെ എക്സാം പാറ്റേണിൽ വന്ന വ്യത്യാസം എന്തൊക്കെയാണ്, അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണുക, ക്ലിയർ മൊത്തം മനസ്സിലാക്കുക എന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ ഇത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഈ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. ഇതിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പെങ്കിലും മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ആ ഒരു നഷ്ടം നിങ്ങൾക്ക് ചിലപ്പോൾ നികത്താൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓൾസോ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മെസ്സേജ് എല്ലാവരുടെയും റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്തെന്നാൽ ഒരുപാട് കുട്ടികൾ ഒരേ സമയം മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവർക്കും എന്ത് ചെയ്യത്തില്ല, റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്തായാലും മാക്സിമം ഒരേ രീതിക്കുള്ള ഡൗട്ട്സ് വരുമ്പോൾ അതിനനുസരിച്ച് അതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്കറിയാം, നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പുതിയൊരു വെബ്സൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, ആ വെബ്സൈറ്റിന്റെ പേരാണ് നമ്മുടെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് നോക്കുമ്പോൾ CUT.NTA.NIC.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കയറേണ്ടത്. ഓക്കെ, CUT.NTA.NIC.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ രജിസ്റ്റർ ഫോർ CUT UG 2025 ലൈവ് എന്ന് പറഞ്ഞിരുന്ന കാണാം. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ്റെ ആ ഒരു ഇത് വരും. ഓൾസോ നിങ്ങളുടെ ബ്രൗഷറും കാര്യങ്ങളും ഇവിടെ തന്നെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രൗഷറും കാര്യങ്ങളും എന്ത് ചെയ്യാൻ കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ ദ അബവ് മെൻഷൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അവിടെ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിക്ക് നിങ്ങളുടെ വിൻഡോ വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ 3 സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചെയ്യേണ്ടത്. ഒന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. നിങ്ങൾക്കായിട്ടുള്ള ഒരു പാസ്വേഡും ID-യും എന്ത് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ആദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമാണ്. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫാമിലി ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഫീ പേയ്മെൻറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൗഷറിൽ നമ്മൾ ആദ്യം പോവാം. ഓക്കെ, ബ്രൗഷറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ അതിനായിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട്, നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, അവിടെ ബ്രൗഷറിൽ കയറി കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1 മാർച്ച് 2025 തൊട്ടാണ് നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 22 മാർച്ച് വരെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രജിസ്ട്രേഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 22 മാർച്ചിനുള്ളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ മതി. ആരും ധൃതി പിടിച്ച് ഉടനെ ചെയ്യേണ്ട ആവശ്യമില്ല. 23 നിങ്ങൾക്ക് ലാസ്റ്റ് ട്രാൻസാക്ഷൻ അടയ്ക്കാനുള്ള ഫീസ് പേയ്മെന്റ് ചെയ്യാനുള്ള ഡേറ്റ് 23 വരെ തന്നിട്ടുണ്ട്. ആരും ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യത്തില്ല, ഒരു കറക്ഷൻ വിൻഡോ തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ കാര്യത്തിൽ എന്തില്ല, കറക്റ്റായിട്ട് ഒരു ഇത് അവർ പറയുന്നില്ല. ഓക്കെ, എന്ത് ചെയ്യാം, നിങ്ങൾ മാക്സിമം കറക്ഷൻ ഒന്നും വരുത്താത്ത രീതിക്ക് തന്നെ ഉണ്ടാക്കുക. കറക്ഷൻ വിൻഡോ 24 to 26 വരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും മാക്സിമം കറക്ഷൻ ഒന്നും ഉണ്ടാക്കാതിരിക്കുന്നത്. കറക്ഷനിൽ എന്തൊക്കെ കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, അവർ പറയുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റി ഏതാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും റിലീസ് ചെയ്യണത് എന്നാണെന്നും അവർ വ്യക്തമായി ഇതിൽ പറഞ്ഞിട്ടില്ല. അതെല്ലാം അവർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് 8-ാം തീയതി തൊട്ട്, മെയ് 8-ാം തീയതി തൊട്ട് ജൂൺ 1 വരെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. അതായത് ഇതിനുള്ളിൽ നടക്കാം. ചിലപ്പോൾ ഇതിൽ നിന്ന് നീണ്ടുപോകാം, ചിലപ്പോൾ പുറകിലോട്ട് വരാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ടെൻറ്റേറ്റീവ് ഡേറ്റ് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ തന്നിട്ടുള്ളത്. പിന്നെ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ 5 സബ്ജക്ട്സ് ആണ് ഈ പ്രാവശ്യം എഴുതാൻ കഴിഞ്ഞ വർഷം 6 സബ്ജക്റ്റ് എഴുതാൻ കഴിയുമായിരുന്നു. ജനറൽ ടെസ്റ്റും ലാംഗ്വേജും ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ 5 ടെസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 5 ടെസ്റ്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതിൽ 3 സബ്ജക്റ്റ് ഡൊമൈൻ സബ്ജക്ട്സ് ആയിരിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന കാര്യമെല്ലാം നമ്മൾ പല വീഡിയോസിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഡൊമൈൻ സബ്ജക്റ്റ് എപ്പോഴും നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് ആ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഏത് കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ കോഴ്സുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഏത് സബ്ജക്ട്സ് ആണ് അവർ റിക്വയർ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ രജിസ്ട്രേഷൻ അഥവാ നിങ്ങളുടെ സബ്ജക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ജനറൽ കാറ്റഗറിക്ക് 3 സബ്ജക്ട്സിന് മാത്രമായിട്ട് 1000 രൂപയും അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ഓരോ സബ്ജക്റ്റിനും 400 റുപ്പീസ് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ 5 സബ്ജക്ട്സ് എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ 1800 രൂപ ആവും. ഓക്കെ, അതേപോലെ OBC NCLനാണെങ്കിൽ 900 രൂപയായിരിക്കും, SC STക്ക് ആണെങ്കിൽ 800, അങ്ങനെ പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള റേറ്റും എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ 37 ലാംഗ്വേജസ് എന്ത് ചെയ്യുന്നുണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 37 സബ്ജക്ട്സ് അവർ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 13 ലാംഗ്വേജസും 23 ഡൊമൈൻ സബ്ജക്ട്സും ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിരിക്കും ഉണ്ടാകുക. എല്ലാവരും ജനറൽ ടെസ്റ്റ് എഴുതണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ജനറൽ ടെസ്റ്റ് എഴുതേണ്ടത്. എന്നാൽ ജനറൽ ടെസ്റ്റ് ആവശ്യപ്പെടുന്നത് വളരെ വളരെ കുറച്ചെന്ന് പറയാൻ കഴിയത്തില്ല. ഒരുവിധം മോഡറേറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ജനറൽ ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതേസമയം ICR പോലുള്ള കോഴ്സുകളിലോട്ട് ജോയിൻ ചെയ്യാനാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റിന്റെ ആവശ്യം വരുന്നില്ല, ലാംഗ്വേജിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക. അതേപോലെ 13 ലാംഗ്വേജസ് ഉണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള ലാംഗ്വേജ് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ആയിട്ട് എഴുതാൻ കഴിയും. സിലബസ് പറയുമ്പോൾ സിലബസിൽ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വളരെ വലിയൊരു മാറ്റം എന്ത് ചെയ്തിട്ടുണ്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സിലബസിന്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് സിലബസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സിലബസ് കാണാൻ കഴിയും. ഇതിൽ നിങ്ങൾ ബയോളജി എന്ന് പറഞ്ഞ ഇതെടുത്തു കഴിഞ്ഞാൽ ബയോളജിയിൽ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഓൾഡ് NCERT വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം വരെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ വർഷം അവരെന്ത് ചെയ്യുന്നത് ചില ടോപ്പിക്സ് അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഓൾഡ് NCERTയിലെ പല ചാപ്റ്ററും ഇതിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ പല ചാപ്റ്ററും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് മാറ്റിയിട്ടുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയ റീപ്രൊഡക്ഷൻ ഓർഗാനിസം, ബയോളജിയിൽ ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്ഷൻ ആ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അതായത് നമുക്ക് 16 ചാപ്റ്റർ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം നമുക്ക് 13 ചാപ്റ്റർ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇനി കെമിസ്ട്രിയുടെ കാര്യം വരുമ്പോഴോ നമുക്ക് ആദ്യം സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സൊല്യൂഷൻസ് തൊട്ടാണ് നിങ്ങൾക്ക് ഇവിടെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നേരെ D&F ഉണ്ട്. P ബ്ലോക്ക് അവർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, P ബ്ലോക്ക് നിങ്ങൾക്ക് എക്സാമിനില്ല, D&F മാത്രമേ ഉള്ളൂ. ദെൻ താഴോട്ട് പോകുമ്പോൾ പോളിമേഴ്സ് അവർ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അവിടെയും 16 എക്സാംസിൽ നിന്ന് ഇവിടെ 10 ചാപ്റ്ററുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇനി പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഫിസിക്സിന്റെ കാര്യം പറയാം. ഫിസിക്സിൽ നമ്മൾ പോകുമ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, AC എന്ത് ചെയ്തിട്ടുണ്ട് ഓൾട്ടർനേറ്റിംഗ് കറക്റ്റ് അവർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾ ഇവിടെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെമി കണ്ടക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്തതായിട്ട് കാണാം. അങ്ങനെ ടോട്ടൽ ഒരു 14 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓൾഡ് NCERT ഉണ്ടായിരുന്നത് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ 9 ചാപ്റ്റേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികൾ അഥവാ പ്രിപ്പയർ ചെയ്ത് ഒരു സൈഡും എത്താത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇത്രയും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള വേറെ ഒരു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് നേരത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 10 ക്വസ്റ്റ്യൻ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ബാക്കി 40 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യണം. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ശരിയായിട്ടുള്ള ഉത്തരത്തിന് 5 മാർക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഉത്തരത്തിന് -1 മാർക്കും വെച്ചായിരിക്കും പോകുന്നത്. അതായത് നേരത്തെ നമ്മൾ 3 സബ്ജക്ട്സ് ഡൊമൈൻ സബ്ജക്ട്സ് എഴുതുമ്പോൾ ഓരോ സബ്ജക്റ്റിന് 200 മാർക്ക് വെച്ച് 600 മാർക്കിനായിരുന്നു നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് തന്നെ 5 മാർക്ക് വെച്ച് 50 ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് 250 മാർക്കിനായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ എക്സാം ഒരു സബ്ജക്റ്റിൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് നേരത്തെ ഹൈബ്രിഡ് മോഡിൽ നടത്തിയായിരുന്നു. കുറച്ച് കമ്പ്യൂട്ടർ ബേസ്ഡും കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു, കുറച്ച് നമ്മുടെ റിട്ടേൺ അതായത് പെൻ ആൻഡ് പേപ്പർ മോഡും ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പെൻ ആൻഡ് പേപ്പർ മോഡ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല,
അവൈലബിൾ അല്ല. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിറ്റീസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ 4 സിറ്റീസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന സിറ്റി ഏറ്റവും മുകളിൽ ഇടുക. അത് കഴിഞ്ഞിട്ടുള്ള സിറ്റീസ് എന്ത് ചെയ്യുക, താഴോട്ട് ഇടുക. പിന്നെ ഇതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടെ ഡിപ്പെൻഡ് ചെയ്യും. സോ അവർക്ക് നിങ്ങളുടെ സിറ്റീസ് മാറ്റിത്തരാനുള്ള പൂർണ്ണ അധികാരമുണ്ടെന്ന കാര്യം കൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രമാണ് ഇവിടെ പറയുന്നത്. പിന്നെ NTA റോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, ആൻസർ കീ പബ്ലിഷ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ റിസൾട്ട് അവരുടേതായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലോട്ട് ഫോർവേഡ് ചെയ്യുക. ഇത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, NTA ഇതായിട്ട് വരുന്നത്. ബാക്കിയൊന്നും NTA കീഴിൽ വരുന്നില്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, NTA പറയുന്നില്ല. അവർ പറയുന്നത് ജസ്റ്റ് ഇത് എക്സാം നടത്തുക മാത്രമാണ്. നിങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങളും എല്ലാം യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ബ്രൗസർ ഒന്ന് കൂടെ നല്ലോണം വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് വായിച്ച് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം മുമ്പോട്ട് പോവുക. ഓക്കെ, ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഓൾസോ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് 10 KB to 200 KBന്റെ ഉള്ളിലായിരിക്കണം നിങ്ങളുടെ സൈസ് വരുന്നത്. JPEGയും ഫോർമാറ്റിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൾസോ നിങ്ങളുടെ സിഗ്നേച്ചറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ അപ്ലോഡ് ചെയ്യണം. 10 KB to 50 KB ആണ് അവർ സൈസ് പറഞ്ഞിരിക്കുന്നത്. JPG ഫോർമാറ്റിലായിരിക്കും ഇതും ചെയ്യേണ്ടത്. പിന്നെ PWD PWBD കാറ്റഗറിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഫീ പേയ്മെന്റ് ആണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫീ പേയ്മെന്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതും കൂടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഇതിനൊക്കെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള GSTയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് ചെയ്യുക. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ അവരെല്ലാം എന്ത് ചെയ്യും, അവർ കാണിക്കും എന്താണ് നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അടയ്ക്കണം. അതിനുശേഷം ലാസ്റ്റ് കൺഫേം ചെയ്താൽ മാത്രം മതിയോ. ഓക്കെ, എല്ലാം കൂടെ നോക്കിയിട്ട് കൺഫേം ചെയ്യുക. ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിന്റും കൂടെ എടുത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇത് ലാസ്റ്റ് നിങ്ങൾക്ക് ആവശ്യം വരുന്നതായിരിക്കും. എന്തെന്നാൽ CUETയുടെ ഭാഗം വരുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത്, നിങ്ങൾ CUETയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നിങ്ങളുടെ ഇത് വരുമ്പോൾ ചില കുട്ടികൾക്ക്, എല്ലാവർക്കും ഇല്ലെങ്കിൽ ചില കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസിൽ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തൊരു ഒഫീഷ്യലായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെതിരെ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ CUETയുടെ ഒഫീഷ്യലായിട്ടുള്ള ഇമെയിൽ IDയും കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ സംസാരിച്ച് തന്നെയാണ്. 60 മിനിറ്റിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ഓരോ സബ്ജക്റ്റിനും 60 മിനിറ്റ് ആയിരിക്കും. 50 ക്വസ്റ്റ്യൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ്സ് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓൾസോ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊരു 20 മിനിറ്റ്സ് എക്സ്ട്രാ കൂടെ കൊടുക്കുന്നുണ്ടെന്ന കാര്യം കൂടെ ഞാൻ എന്ത് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, പിന്നെ ഷിഫ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആയിട്ട് നടക്കാനും ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം 100 കുട്ടികൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു. അതിൽ 50 കുട്ടികൾ ഇരുത്താനുള്ള സ്ഥലം മാത്രമേ നിങ്ങളുടെ ആ ഒരു സെൻറ്ററിനുള്ളൂ എങ്കിൽ 50 കുട്ടികൾക്ക് ആ സമയം നടത്തും, 50 കുട്ടികൾക്ക് രണ്ടാമത്തെ ഷിഫ്റ്റ് ആയിട്ട് നടത്തും. അതെല്ലാം അവരെന്ത് ചെയ്യും, നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അഥവാ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ട സ്റ്റെപ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി കാണുന്നത് വരെ ബൈ ബൈ. ഓൾസോ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ക്രാഷ് കോഴ്സ് മാർച്ച് 10-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഓൾസോ നമ്മുടെ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളുടെ റെക്കോർഡഡ് സെക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അതും 12,000 റുപ്പീസിൻ്റെ കോഴ്സ് ആയിരുന്നു. പക്ഷെ അത് റെക്കോർഡഡ് സെക്ഷൻസ് മാത്രമായിട്ട് ലഭിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ മറ്റും ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് 3,000 റുപ്പീസിലോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കോഴ്സിൻ്റെ റെഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ റെഡിയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ള കുട്ടികൾ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇവിടെ ഉണ്ട്. ഓൾസോ നമ്മുടെ ഒരു സർവേ ഫോം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇതിൻ്റെ അണ്ടറിൽ കൊടുക്കുന്നുണ്ട്. അവിടെ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, സർവേ ഫോം ഫില്ല് ചെയ്താലും മതിയോ.